ഒരിക്കൽ ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. അത് സത്യവും എന്നാൽ കാലതാമസവും ഉള്ളതായിരുന്നു. ദാനിയേൽ അതിനെ ഓർത്ത് വളരെ ദുഃഖിച്ചു. അങ്ങനെ ആ വിഷയത്തെ ഓർത്ത് താൻ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തീരുമാനിച്ചു. ദൈവിക മാർഗനിർദ്ദേശവും ജ്ഞാനവും പ്രാപിപ്പാനുള്ള അതീവ ആഗ്രഹത്തിലായിരുന്നു ദാനിയേൽ. ഏത് വിഷയത്തിലാണോ താൻ ദുഃഖിച്ചതും അതിൽ ആശ്വാസത്തിൻ്റെ മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ താൻ ഇരിക്കുമ്പോൾ തന്നിലുള്ള ബലത്തെ ക്ഷയിപ്പിച്ച് നിവർന്നു പോലും നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ദാനിയേൽ നിലത്തു വീണു. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന ശബ്ദം ദാനിയേൽ കേട്ടു. ബലമുള്ളവനായി. പലപ്പോഴും നമ്മളെയും വിഷമിപ്പിക്കുന്ന പല അവസ്ഥകളുടെ മുൻപിൽ എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നില്ല എന്ന ഭാരത്തിലായിരിക്കുമ്പോൾ ഓർക്കുക, ഈ പ്രശ്നത്തിലും നാം ഒറ്റയ്ക്കല്ല. ദൈവം നമ്മോടൊപ്പമുണ്ട്. നമ്മൾ വെറും യാദൃശിക സൃഷ്ടികളല്ല, നാം അവൻ്റെ പ്രിയ മക്കളാണ്. നമ്മെ അറിയുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഉത്കണ്ഠയല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്. മനസ്സിലാക്കുക, വിഷയങ്ങളെക്കാളും നാം എന്ന വ്യക്തിയാണ് ദൈവത്തിന് വിലയേറിയത്. അതെ, നിങ്ങൾ വിലയേറിയവരാണ്. ഗോഡ് ബ്ലെസ് യു.